പുതിയ ചട്ടി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നൂൽപുട്ട് ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ സിമ്പിളായി നൂൽപുട്ട് എക്സ്പേർട്ടായി എന്ന്. ഇപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള പുതിയ ഈ ഒരു ഇതൊക്കെ വാങ്ങിച്ചു കിട്ടും. അപ്പോൾ നൂൽപുട്ടാണ് ഏറ്റവും എളുപ്പമുള്ള കടി. അപ്പം അന്ന് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് കണ്ടപ്പോൾ കുറേ ആൾക്കാർ റെസിപ്പി പറഞ്ഞു കേട്ടോ. കുറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് എളുപ്പമുള്ള കടി നൂൽപുട്ടാണ്. അപ്പോൾ ഞാൻ എളുപ്പമുള്ള കടി നൂൽപുട്ടാവോ അതിപ്പോൾ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷെ ഇപ്പം എനിക്കും എളുപ്പമുള്ള കടി നൂൽപുട്ട്. നൂൽപുട്ടിനുള്ള വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂട്ടുകാർ പറഞ്ഞു തന്നെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ കേട്ടോ ഷെമിയോ. അപ്പോൾ അവള് എനിക്ക് ഒരു വീഡിയോ എടുത്തിട്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോകൾ സഹിതം അയച്ചത് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഇക്കും ജോയിൻ ചെയ്തിട്ടുണ്ടോ. ഇക്കാക്കിപ്പോൾ നൂൽപുട്ട് പിച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഷെമിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് മൈ പെർഫെക്റ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലും നല്ല നല്ല റെസിപ്പികളുണ്ട്. സത്യത്തിൽ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഓൾ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത്. പക്ഷെ എനിക്ക് റെസിപ്പി പറഞ്ഞതും ചെയ്തു, എനിക്ക് ഉപകാരപ്പെടുകയും ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ പറയണ്ടേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ ആൾക്കാർ നമ്മൾ ഉണ്ടാക്കാൻ അറിയാത്ത സാധനങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണല്ലേ. കാരണം ഇപ്പോൾ നൂൽപുട്ട് ഇപ്പോൾ നമ്മളെ ദേശീയ ഭക്ഷണമായിട്ട് മാറി. ഇപ്പൊ എന്ന് നൂൽപുട്ടാട്ടോ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നൂൽപുട്ടാണ്. ഇപ്പൊ നമ്മൾ ആദ്യം ഈ പൊടിയിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെക്കണം. ഒരു നാഴിക ഒരു 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ വെള്ളം ഒഴിച്ചതിൻ്റെ പതൊക്കെ ഒന്ന് ഒതുങ്ങി ഈ വെള്ളമൊക്കെ താഴ്ന്നു പോയെന്ന് കണ്ടാൽ നമ്മൾ തിളക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കിട്ടുക. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊടി ആ ഒരു മണി കെട്ടൂലേ, അങ്ങനെ ചെയ്യണേ ഇല്ല. ഞാൻ ഓളെടുത്ത ക്ലിപ്പുകളും കൂടി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആഡ് ചെയ്യട്ടോ. 1.5 ഗ്ലാസ് പൊടിയെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല. ഒരു ഗ്ലാസ്സിൽ 12 നൂൽപുട്ട് കിട്ടും. പൊടി വാട്ടാനുള്ള വടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൽ. ബബിൾസ് വരുന്നുണ്ട്. അതിലുള്ള വെള്ളം പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിങ്ങനെ കുറച്ച് അധികം ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു പോട്ടോ. ഇനി വെള്ളമൊക്കെ താന്ന് ഇറങ്ങിപ്പോയില്ല. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് വെള്ളം പോരാ, അപ്പോൾ ഇനിയും ഒഴിക്കണം വെള്ളം. എന്നിട്ട് ഇനി എത്ര വെള്ളം ഒഴിച്ചാലും കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആ വെള്ളം ഒഴിക്കലിലാണ് മാവ് കട്ട പിടിക്കുക. അതായത് മണി കെട്ടാന്ന് പറയും ഞങ്ങളുടെ അവിടെ. ഇത് നല്ല ഒരു പത്തിരിയുടെ പോലെ ടൈറ്റ് അല്ല, എന്നാൽ ഒരു കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. സമയം 5 മണിയായി. ഞാൻ ഇന്ന് നൂലുപുട്ടും ചിക്കൻ കുറുമയും കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഷെമി ഞാൻ യൂട്യൂബിൽ വന്ന് പരിചയപ്പെട്ടൊരു കൂട്ടുകാരിയാണ് കേട്ടോ. പിന്നെ ആൾ നല്ല ഓരോരോ കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ക്ലോസ് ആണ് കേട്ടോ. ഞാൻ എന്തായാലും അവളുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോട്ട് വരും. നിങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം നൂൽപുട്ടിൻ്റെ പരിപാടി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് കറി നോക്കാം. അല്ല പീച്ചാൻ നമുക്ക് നിൽക്ക വരും കേട്ടോ. ഇതേനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതിങ്ങനെ ഓയിലൊക്കെ സ്പ്രേ ചെയ്യാൻ നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല. ഇന്ന് വരെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ എപ്പോഴും എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട. നമ്മൾ ഇതിലാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കൽ എനിക്ക് സിമ്പിളായിട്ടോ. നിങ്ങൾക്കും സിമ്പിളാവായിരിക്കും. ഇനി ഷെമിയുടെ ചാനൽ ഇത് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇതാകുമ്പോഴത്തേനും അടുത്ത സ്റ്റെപ്പ് പീച്ച് വെക്കട്ടെ. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണോ അല്ലേന്നില്ല ഞാൻ കാണിച്ചു തരാം. കാരണം ഞാനടക്കം പീച്ചുമ്പോൾ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പുട്ടുണ്ടാക്കാനും അറിഞ്ഞില്ലട്ടോ. അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. പുട്ടൊക്കെ ഇങ്ങനെ മണി പുട്ടൊക്കെ ആയിരുന്നു. പിന്നെ അത് നമ്മൾ അജ്മി പുട്ട് വന്നതോടെ അത് പരിഹാരമായിട്ടോ. ഇപ്പൊ നൂലുപുട്ട് സിമ്പിളായി. നിൽക്കണം അടുത്തത് നൂലുപുട്ട് പീച്ചാൻ ഇവിടെ തിരക്കാണ്. അത് കാരണം കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമാണ്.
നൂൽപുട്ട് പീച്ചാന്ന് പറഞ്ഞാൽ എന്ത് സോഫ്റ്റായിട്ട് കയറാം. പെരപ്പുറത്തുനിന്ന് മഴ പെയ്യുമ്പോൾ പെരപ്പുറത്തുനിന്ന് വെള്ളം വരും പോലെയാണ് ആ സാധനം വരുന്നത് കേട്ടോ. വലിയ നൈസായിട്ടാണ് വരുന്നത്. ഒന്ന് ഡോക്ടറെടുത്ത് പോയി എന്നിട്ട് സന്തോഷത്തിനൊന്നും കിട്ടിയിട്ടില്ലേ? ബുബുക്കുട്ടനായിട്ട് ഇന്ന് ഡോക്ടർക്ക് പോയി കേട്ടോ. അപ്പൊ ഡോക്ടർക്ക് പോകുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നില്ല, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാല്ലേ? കാണിച്ചു കൊടുത്താലേ ഓൻ്റെ എന്തൊക്കെയാണോ ഓൻ്റെ അഭിനയം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഞാനൊരു വീഡിയോ എടുത്തിരുന്നു, നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. സൂചി വെക്കാൻ പോവുക നമ്മളല്ലേ? ബുബുക്കുട്ടൻ നോക്കുക. അവനക്ക് എന്താണാവോ 2 ദിവസമായിട്ടൊരു മൂഡ് ഓഫും, പിന്നെ നമുക്ക് വാക്സിൻ എടുക്കണം. അതിനൊക്കെ വേണ്ടി ഞങ്ങൾ പോവുകയാണല്ലേ ബുബു? നമ്മളെ ഉള്ളിലത്തെ ചെടികളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് വെയിലുള്ളാൻ വേണ്ടിയിട്ട് ബുബു അതൊക്കെ നമ്മൾ ചെടികളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണല്ലേ പപ്പ? കഴിഞ്ഞില്ലേ? നമ്മളെ റമദാൻ മുബാറക്കിൻ്റെ ഇതാണ് ഇട്ടത്. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെത് ഞാൻ ഇതിൻ്റെ വേറൊരു ഷീറ്റുമ്മേ ഇത് മുബാറക്ക് എഴുതും. പക്ഷെ കുറേ കൂട്ടുകാർ ഇത് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നോക്കട്ടെ, ഞാൻ കാണിക്കാം. ബൂബുവിന് പെരുന്നാൾക്ക് മേടിച്ചിട്ട് ഇറക്കി കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇപ്പം തന്നെ എടുക്കട്ടെ. നമ്മൾ വില കൊണ്ടുപോകുമ്പോൾ അങ്ങനെ സൂചിയൊക്കെ വെക്കുമ്പോൾ മുറുക്കി പിടിക്കണിലൊക്കെ ഈ ടർക്കി വെച്ചിട്ട് പൊതിഞ്ഞിട്ടാട്ടോ പിടിക്കുക. ഞാൻ ബൂബുവിൻ്റെ പുതിയ ടർക്കി എടുത്തിട്ടുക. പെരുന്നാളിന്റെ മുമ്പ് തന്നെ പെരുന്നാളിന്റെ ടർക്കിയൊക്കെ യൂസ് ചെയ്തിട്ട് ബൂബുവിനായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ? ബൂബുവിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകലുണ്ട് കേട്ടോ. ഒന്നും വീഡിയോ ഒന്നും എടുക്കലില്ല. ഇന്ന് ഞാൻ വെറുതെ വിചാരിച്ചു എടുത്തു നോക്കാന്ന്. ബൂബു നോൽമ്പ് നോക്കിയിട്ട് ആകെ തളർന്നിക്കുകയാണ്. അപ്പോൾ അവനൊന്ന് മറ്റേ കൊണ്ടുപോയി കാണിക്കട്ടെ, ഒന്ന് ഗ്ലൂക്കോസ് കയറ്റട്ടെ കൊണ്ടുപോയിട്ട്. അപ്പൊ ബൂബു ഫാൻസുകളൊക്കെ വന്നോട്ടില്ലേ? ബൂബുവിനെ ഞങ്ങള് ചെറുതായിട്ടൊരു സൂചിയൊക്കെ വെക്കും ചിലപ്പോ. ആറിലെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് വെച്ചിക്കുക. പ്രീഹീറ്റിങ്ങിലാണ് ഓവന്. ബൂബു പോയി. അമ്മായി വെയിലും ചൂടുമാണ്. അമ്മായി വെയിലോ? അമ്മാതിരി ഷോർട്ടാണ്. നമ്മൾ മലപ്പുറം ജില്ലക്കാർ അങ്ങനെയാണ്, ഒക്കെ ഷോർട്ടായിട്ടേ പറയുള്ളൂ. അമ്മാതിരി എന്നുള്ളത് ആ ഇതിരിയൊക്കെയാണ് പോകും. അമ്മായി എന്നൊക്കെ പറയും. അമ്മായി അത്രയൊക്കെ പറയുള്ളൂ. പേടിക്കണ്ട കേട്ടോ, ഞാൻ എടുക്കട്ടെ. പേടിച്ചു ബൂബുവിന് സൂചിയൊന്നും കിട്ടിയില്ല കേട്ടോ. സൂചി കിട്ടിയില്ല, പക്ഷെ ഒരു ലോഡ് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. മരുന്ന് ലിസ്റ്റൊക്കെ ഒരുപാട് തന്നിട്ടുണ്ട്. ഇതൊക്കെ കണക്ക് കുടിക്കാനുള്ളതാടാ. പോവാ സമാധാനായി ബൂബുവിന്. അങ്ങനെ പോണ വഴി പോസ്റ്റ് ഓഫീസിൽ ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ പോയി എടുത്തിടുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഷോപ്പിലും ഒരു കൊറിയർ, അത് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്ത സാധനം വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോൾ തന്നെ കിട്ടണമല്ലോ. ഷോഫ്മോ വരാനൊന്നും കാത്തിക്കണില്ല. അതൊക്കെ വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സ്ഥിരം കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വണ്ടിയിൽ പൊട്ടിക്കാല ഗ്യാപ്പ് കിട്ടായിട്ടാ, അല്ലെങ്കിൽ ഇപ്പം പൊട്ടിച്ചിരുന്നു. നോക്കിയില്ലേ? ഇത് എന്തിനാണ് ഉദ്ദേശിച്ചത്? വെച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ വേണ്ടിട്ടേ നോക്കട്ടെ. ഇവിടെ ഷെഫ് മോനൊക്കെയാണ് എപ്പോഴും ഓൺലൈനിൽ വാങ്ങിക്കുന്ന ആൾട്ടോ. ഞാൻ അങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ വീട്ടിലേക്ക് പൈപ്പിന് വേണ്ടിയിട്ട് പൈപ്പുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ഒക്കെ ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചിട്ട് ഓരോ സമയത്ത് ഓരോന്നും ഇങ്ങനെ പതുക്കെ പതുക്കെ ഓർഡർ ചെയ്തത് വാങ്ങിച്ചതാണ് കേട്ടോ അതൊക്കെ. പക്ഷേ ഇത് കുറച്ച് ചെറുതായി പോയി, അത് മാറ്റി വാങ്ങിക്കണം. പിന്നെ ഇത് അബായാണ് കേട്ടോ. ഇതുകൂടി ഒന്ന് കാണിച്ചു എനിക്കൊന്ന് ഇട്ടിട്ട് വരട്ടോ. അപ്പോൾ അബായ രസം കേട്ടോ, ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കംഫർട്ടായിട്ട്. എൻ്റെ കയ്യിലിട്ടിട്ട് ഇതങ്ങനെ എലാസ്റ്റിക് ഉണ്ട്. ഇതിങ്ങനെ ഒരു ത്രെഡിൻ്റെ ഒരു വർക്കാണ് കേട്ടോ. അത് ഇങ്ങനെ പോണേ. ഫാത്തിമ അബായാസ് എന്നുള്ള ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് അയച്ചു തന്നാണ് കേട്ടോ. നല്ല കംഫർട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ അബായ.
അവരുടെ പേജിൽ ഒരുപാട് അബായാസും ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അബായകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുക്കാം. ഫാത്തിമ അബായാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട്. അതല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അതിലൊന്ന് നോക്കിയാൽ മതി. പിന്നെ അതിൽ നമ്പറും കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഓർഡർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പെരുന്നാളൊക്കെ ആയിട്ട് നല്ല റേറ്റൊക്കെ നല്ല കുറവൊക്കെയാണ് അവരുടെ പേജിൽ കേട്ടോ. ഒന്ന് പോയി നോക്കി നോക്കൊണ്ടു. അങ്ങനെ സമയം 2 മണിയായി. ഇനിയിപ്പോൾ ളുഹർ നിസ്കാരിക്കണം, അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് 4-4:30 കിച്ചണിൽ വെച്ച് കാണാം കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടാവില്ല, പുതിയ വന്ന കൂട്ടുകാരൊക്കെ ഓരോക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നൂൽപുട്ടിൻ്റെ അച്ഛൻ ഇങ്ങനെ വെക്കരുതേ. നൂൽപുട്ടിൻ്റെ അച്ഛൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊന്നും ഇങ്ങനെ വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെക്കണം, ഇല്ലെങ്കിൽ ഇതിൽ ഉണങ്ങി പിടിച്ചിട്ട് കട്ട പിടിക്കുന്ന പറയുന്നത്. ഒരു 7 മിനിറ്റ് കൊണ്ട് ഇത് വേവും കേട്ടോ ഫസ്റ്റ് ട്രിപ്പ്. ഞാൻ എൻ്റെ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഉള്ളി ഇതൊക്കെ എടുക്കട്ടെ കേട്ടോ. അവിടെ ഉണ്ട് ചിക്കൻ കുറുമ. ഞാൻ അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ ചിക്കൻ കുറുമ പത്തിരിക്കല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പം ഞാൻ അന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇന്നും ചിക്കൻ കുറുമ ഉണ്ടാക്കാം. ഓവറൊക്കെ ഉണ്ടാക്കാൻ ഒന്ന് എടുക്കുമ്പോഴത്തേനും അതിനാണ് സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ അങ്ങനെ സ്ഥലം കിട്ടുമോ? സ്ഥല സൗകര്യം കിട്ടാനാണല്ലേ നമുക്ക് കൊണ്ടിരുന്നു. നമ്മൾ വെറും ബുദ്ധിക്ക് കളിക്കുന്ന ആളാണ്. നമ്മൾ തുടക്കാരനല്ലേ. ഇത്രയാണ് പരിപാടി. നല്ല സോഫ്റ്റ് നൂൽപുട്ടില്ല ചിക്കൻ കുറുമ ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തിട്ട് ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി. ആ ഒന്ന് വഴലുന്ന സമയം കൊണ്ട് ഞാനിത് അവിടെ ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണ റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയതൊന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണോളം മല്ലി, പിന്നെ ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് വേവിക്കാൻ വെക്കട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ഞാനിവിടെ നമ്മളെ തക്കാളിയും പച്ചമുളകും ഒന്ന് അരിയാണ്. ഈ ചിക്കനിലേക്ക് നമ്മൾ ഈ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവാൻ വേണ്ടി വെക്കുക. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പാണ്. ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി ഇതിട്ട് നമ്മളെ പുതിയ ചട്ടി. ഇതുകൊണ്ടുള്ള പരിപാടി ഒന്നുമില്ല. ഇതിന് 1800 സംതിങ് എങ്ങാണ്ട് കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വെക്കാനുള്ള സ്ഥലം ഇവിടെ കണ്ട ഒരു പുതിയ ആൾക്കാർക്കും ഓരോ സ്ഥലങ്ങളും ആണല്ലോ. സ്ഥലമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഈ ചിക്കൻ ഇതിൽ കിടന്ന് നന്നായിട്ട് വേറട്ടെ. എന്നിട്ട് നമുക്ക് ആദ്യം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ വനരിഞ്ഞോ? ഇനി ഈ ഒരു ട്രിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഈ ട്രിപ്പ് വെക്കാനേ ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് നോമ്പ് തുറയെന്ന് അവരോട് പറഞ്ഞിട്ടില്ലല്ലോ. അമ്പലം എന്ന് പറഞ്ഞ പോലെ അമ്പലത്തിലോ അമ്പലപ്പൊന്നാണ് പറയാ. അതിന് അമ്പലം 6 മണിക്ക് പോണം. 6 മണിയായി. ഇപ്പോൾ വരും. നൂൽപുട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും വിഷമിക്കേണ്ട. ഞാൻ ഈ കാണിച്ചൊന്നും മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ മൈ പെർഫെക്റ്റ് പ്ലേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ പോയിട്ട് അവരോട് ചോദിച്ചാൽ ഇപ്പോൾ നല്ല റെസിപ്പി ഇട്ട് തരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല അവൾ എനിക്കിത് പറഞ്ഞു തന്നത്, പക്ഷെ എനിക്ക് നല്ല ഹെൽപ്പായി. പണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഷെഫ്കുട്ട എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മച്ചി നൂൽപുട്ട് മേടിച്ചെടുത്തിരുന്നു. എന്നിട്ട് പിന്നെ ഓന് ഡിസ്ചാർജൊക്കെ ആയി പോയപ്പം
നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പോവുക, എന്നാ നൂൽപുട്ട് കഴിക്കാൻ. അത്രയും ഓനിക്ക് ഇഷ്ടമായിരുന്നു നൂൽപുട്ട്. നൂൽപുട്ടിന്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നൂൽപുട്ട് ഉണ്ടാക്കി നൂൽപുട്ട് നമ്മളെ വില്ലനാവാൻ പോവുകയാണ്. വില്ലനാവാൻ പോവുകയാണല്ലേ. ഇത് കട്ടിൻ്റെ ഒട്ടിൽ തന്നെ കിടക്കുക. ഡോക്ടർ നോക്കുമ്പോ പാവായിട്ട് ഇങ്ങനെ ചെവിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷെ പുറത്ത് തേക്കാൻ ഒഴിമില്ല. പിന്നെ വാക്സിൻ ഇപ്പം എടുക്കണ്ടായിരുന്നു, ഫുള്ള് ഓക്കെ ആട്ടെ. അപ്പൊ തന്നെ നമുക്ക് വീഡിയോ വേണ്ടിപ്പിക്കാം. അപ്പനെ കാണിച്ചിരുന്നു. അപ്പൊ നൂൽപുട്ടൊക്കെ പിച്ചിട്ട് പോയിക്കണേ. നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ പോയി സെക്യൂരിക്കല്ലാതെ വീഡിയോ ചെയ്യരുത്. ഇതില്ലെങ്കിൽ ഒരു ചോദിക്കൂല. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ വേണം വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്നു കേട്ടോ. കപ്പിൾസ് ആയതുകൊണ്ടാണ് മറ്റേ അതിനും വാല്യൂ കൂടുതൽ പപ്പക്കെ. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചാൽ അപ്പൊ എന്താ എന്റെ വൈഫ് നമ്മളെ എപ്പോഴും പറയുമ്പോ സ്വപ്നത്തിലേക്ക് രസമാണെന്ന് കല്യാണം കഴിപ്പിച്ചാൽ കാണാം. എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം, മറക്കാതെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. ഷെമിയുടെ ചാനലിലെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, എന്ന് കയറി പോയി നോക്കിക്കോ. അപ്പൊ നമുക്ക് നല്ലൊരു നൂൽപുട്ട് സമ്മാനിച്ച് തന്ന ഷെമിയാൻഡിക്കും ബിഗ് താങ്ക്സ്. അല്ലെങ്കിൽ എന്തായാലും നൂൽപുട്ടിന്റെ അവസ്ഥ ഇവിടെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന യുദ്ധകാരം അടുത്ത ഇടങ്ങാറുള്ള അടുത്ത അതുകൊണ്ട് അതുകൊണ്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയതാ. ക്യാമറ ഓഫ് ചെയ്താ